ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏകദേശം ഒരു 25 കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇതുവരെയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടും ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടെത്തുക ആൻഡ് അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മറ്റൊരു ബേസിക് ആയിട്ടുള്ള ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ട്രയാങ്കിൾ പാറ്റേണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക, ശ്രദ്ധിച്ച് കാണുക. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മതി ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്കുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നതും നിങ്ങളുടെ ലൈക്കുകളാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അധികം സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ചാർട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ട്. ഇത് പേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുള്ളൂ. ഇതിനകത്ത് സംഭവിക്കുന്നത് ഈ ഒരു ചാർട്ട് പാറ്റേൺ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചാർട്ട് പാറ്റേൺ ഫോം ആകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ തന്നെ പറയാം. ആൻഡ് അതിനുശേഷം നമുക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് ആ ചാർട്ട് പാറ്റേൺ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു അസെൻഡിങ് ട്രയാങ്കിളിനെ പറ്റിയിട്ട് തന്നെ പഠിക്കാം. എന്താണ് അസെൻഡിങ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫിഗർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പഠിക്കാം. അപ്പോൾ പ്രൈസ് ഇതാ മുകളിലേക്ക് പോവാണ്. പ്രൈസ് ഇതാ ഈ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ആൻഡ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് താഴേക്ക് വരുന്നു. ആൻഡ് വീണ്ടും പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ലെവലിൽ തന്നെ പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നു. ആൻഡ് ഇത്തവണ പ്രൈസിന് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോയിലേക്ക് എത്താൻ പ്രൈസ് സാധിക്കുന്നില്ല. അതിന് മുമ്പേ തന്നെ പ്രൈസ് പുതിയ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും മുകളിലേക്ക് പോകുന്നു. ആൻഡ് തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ ഹൈയിൽ തന്നെ പ്രൈസ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു. ആൻഡ് വീണ്ടും ആ ഒരു ലോയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഒരു ഹയർ ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൈസ് ഈ രീതിയിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു ഹൈ ആണ് പ്രൈസോടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെയിം ആയിട്ടുള്ള ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഹയർ ലോസ് ആണ് പ്രൈസോടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതാ ഈ രീതിയിൽ നമ്മൾ 2 ട്രെൻഡ് ലൈൻ വരച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഹൈസും ഈ കാണുന്ന പോലെ ഈക്വൽ ആയിട്ടുള്ള ഹൈസും ഒരു ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അസെൻഡിങ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അസെൻഡിങ് ട്രയാങ്കിൾ. ആൻഡ് ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇതാ ഇപ്പോൾ മുകളിലേക്കാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഹൈ ഏരിയ ബ്രേക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലൊരു ബുള്ളിഷ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ പറയുന്ന അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, അസെൻഡിങ് ട്രയാങ്കിൾ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. ഇതേപോലെ തന്നെ അസെൻഡിങ് ട്രയാങ്കിൾ ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടും വരാറുണ്ട്. അതായത് ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, താഴേക്കുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് പോകുന്ന രീതിയിലുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ അവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഈ ഒരു ചാർട്ട് പാറ്റേൺ ഇവിടെ ഫോം ആയി, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ബാറ്റിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദമാക്കി തരാം. പ്രൈസിൻ്റെ ബയേഴ്സ് ഇതാ ഈ രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസിന് മുകളിലേക്ക് കൊണ്ടുപോകാണ്ട് ബയേഴ്സിന് സാധിക്കുന്നില്ല. അവർ സെല്ലേഴ്സ് അതിൻ്റെ പ്രൈസിന് താഴേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ സെല്ലേഴ്സിനും പ്രൈസിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആൻഡ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ആൻഡ് വീണ്ടും ഈ ഒരു ഏരിയയ്ക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും ബയേഴ്സിന് സാധിക്കുന്നില്ല. വീണ്ടും സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവരാണ്. ആൻഡ് തൊട്ട് മുൻപുള്ള ആ ഒരു ലോ ഏരിയയിലേക്കൊന്നും പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിനും സാധിക്കുന്നില്ല. അപ്പോഴേക്കും ബയേഴ്സ് വീണ്ടും കയറി വരാണ്. ആൻഡ് പ്രൈസിന് വീണ്ടും ഈ ഒരു ഹൈക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിക്കുന്നില്ല. വീണ്ടും സെല്ലേഴ്സ് കയറി വരാണ്. വീണ്ടും ഈ ഒരു ലോയ്ക്ക് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സ് സാധിക്കുന്നില്ല. വീണ്ടും ബയേഴ്സ് കയറി വരാണ്. അങ്ങനെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ മാത്രമല്ല ഏതൊരു ട്രയാങ്കിൾ പാറ്റേൺ ആയാലും നമുക്ക് കാണാൻ സാധിക്കുക. ഈ പറയുന്ന പോലെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെല്ലേഴ്സ്, ഇത്രയും നേരം ഉണ്ടായിരുന്ന സെല്ലേഴ്സ് അവിടെ പരാജയപ്പെട്ടു എന്നും ദെൻ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഉള്ളതുമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻസ്, അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാം. ഇനി അതല്ല, പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു ലെവൽ, ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സെല്ലേഴ്സ് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത്രയും നേരം സെല്ലേഴ്സിന് സാധിക്കാതിരുന്നൊരു കാര്യം അവിടെ സെല്ലേഴ്സിന് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് സെല്ലേഴ്സ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുക.
അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് നമ്മൾ ട്രേഡ് ചെയ്യുക ഈ പറയുന്ന പോലെ ബ്രേക്ക് ഔട്ട്സ് നോക്കിക്കൊണ്ടാണ്. ഓക്കെ, ഏത് ഡയറക്ഷനിലേക്കാണെങ്കിൽ ഏത് ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് പ്രൈസ് താഴേക്ക് വരാണ്, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് ഒരു ഹയർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ലോസും ഇപ്പോൾ ഒരു ലോവർ ഹൈസും ആയിരിക്കും ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കുക. ഈ പറയുന്ന പോലെ ഒരു ഈക്വൽ ആയിട്ടുള്ള ലോസും ഒരു ലോവർ ഹൈസും ആയിരിക്കും ഈ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കുക. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്നും താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അസെൻഡിങ് ട്രയാങ്കിളും ഡിസെൻഡിങ് ട്രയാങ്കിളും. ഇനിയുള്ളത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. പ്രൈസ് മുകളിലേക്ക് പോവാണ്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ലോവർ ഹൈ, ഒരു ഹയർ ലോ, ലോവർ ഹൈ, ഹയർ ലോ. ഈ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഹൈസും അല്ല ഈക്വൽ ആയിട്ടുള്ള ലോസും അല്ല, ഈ ഒരു ഷേപ്പിലായിരിക്കും സിമെട്രിക്കൽ ട്രയാങ്കിൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ഓക്കെ, മുകളിലേക്ക് പോകാനായി സാധ്യത ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്, ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന പോലെ ഇവിടെ കണ്ട പോലെ തന്നെ ഇവിടെ പ്രൈസ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചതെന്ന് വിചാരിക്കുക. ഇത് ഒരു അപ് ട്രെൻഡ് ആയിരുന്നു, അതിൻ്റെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് ഒരു റിവേഴ്സൽ അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, പ്രൈസ് മുകളിലേക്കാണ് ഇത് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് നമുക്കൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടും നമുക്ക് എടുക്കേണ്ടി പറ്റും. അപ്പോൾ അതാണ് ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺസ്. അപ്പോൾ നമ്മൾ അസെൻഡിങ് ട്രയാങ്കിളും പഠിച്ചു, ഡിസെൻഡിങ് ട്രയാങ്കിളും പഠിച്ചു, സിമെട്രിക്കൽ ട്രയാങ്കിൾ പഠിച്ചു. ഇതിലെല്ലാം തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലൈവ് ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇത് ഏത് തരം ട്രയാങ്കിൾ പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതായത് ഈക്വൽ ആയിട്ടുള്ള ലോസ് ആണ്. ഞാൻ ഈ ട്രെൻഡ് ലൈൻസിന് പകരം ഞാൻ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെപ്പോഴും ചേർന്ന പോലെ തന്നെ. ഇവിടെ നോക്കിയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ലോസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഒരു ലോയാണ്, ഇതൊരു ലോയാണ്. ഈ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ലോയാണ് ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഹൈസ് നോക്കുകയാണെങ്കിൽ ലോവർ ഹൈസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഇതൊരു ഹൈ ആണ്, ഇതെല്ലാം ലോവർ ഹൈസ് ആണ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ലോസും ലോവർ ഹൈസും വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു എൻട്രി ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടത് ഒരു ബ്രേക്ക് ഔട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ഈ ഒരു ലോയ്ക്ക് താഴേക്കാണ്, ഈ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയാണ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ ആയിരിക്കും നോക്കുക. അതല്ല, ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് പൊസിഷൻ ആയിരിക്കും നോക്കാം. അത് നമുക്ക് നോക്കാം ഏത് രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പ്രൈസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈസ് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും സൈൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, അതായത് തൊട്ട് മുൻപുള്ള റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം, ഒരു ലോങ് പൊസിഷൻ എടുക്കാം. സോ ഇവിടെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോയ്ക്ക് താഴെയായിട്ട് നമ്മുടെ ഏറ്റവും ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള ലോസ് ഉണ്ടല്ലോ, ആ ലോസിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതിന് ടാർഗറ്റ് നമുക്കൊരു 1.5 എങ്കിലും നമുക്കൊരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലോയ്ക്ക് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ ടാർഗറ്റോട് ഹിറ്റ് ആവുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഒരു രീതി ഇതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഹൈസ് ആണ്, അതുപോലെ തന്നെ ഹയർ ലോസുമാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഏരിയ ആയിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ അല്ല, അതൊരു ഏരിയ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഏരിയാസ് വരയ്ക്കുമ്പോൾ നമ്മളൊരു ട്രെൻഡ് ലൈൻ മാത്രം വരയ്ക്കാതെ ഇതുപോലൊരു ഏരിയ ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രൈസ് ഒരിക്കലും ഒരു സിംഗിൾ ലൈനിൽ പ്രൈസ് നിന്നുകൊണ്ട് അവിടെ ഒരു റിയാക്ഷൻസ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും ആ ഒരു ഏരിയ ആയിരിക്കും അത് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു
ലോങ് പൊസിഷൻ എടുക്കാം. അല്ലെങ്കിൽ അതല്ല ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശക്തമായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഒരു റീടെസ്റ്റ് ആണോ അതോ പ്രൈസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് പതുക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളൊരു ബ്രേക്ക് ഔട്ടിൽ തന്നെ നമ്മൾ ഒരു എൻട്രി എടുക്കാതെ നമുക്ക് ചെറിയൊരു റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഒരുപാട് ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് നമുക്ക് ഈ പറയുന്ന ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റ്, അതായത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി ദെൻ അവിടെ നിന്ന് എന്തെങ്കിലും ഇതിലുള്ള ഒരു എൻട്രി സൈൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തുന്ന കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വളരെ ശക്തമായിട്ടൊരു ബാരിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അതായത് തൊട്ട് മുൻപുള്ള 2 ക്യാൻഡിൽസിനെയും വിഴുങ്ങിക്കൊണ്ട് തൊട്ട് മുമ്പുള്ള 2 ക്യാൻഡിൽസിൻ്റെയും ഓപ്പണിംഗ് പ്രൈസിന് താഴെയാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ അവിടെ നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഇവിടെ ഷോർട്ട് പൊസിഷൻ എടുക്കാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ആൻഡ് ടാർഗറ്റ് ഈ പറയുന്ന പോലെ തന്നെ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ആവുന്നുണ്ട്. നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ആയിക്കൊണ്ട് പ്രൈസ് അവിടെ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം നമുക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യാം. ഇനി അടുത്തായിട്ടൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹയർ ലോസ് ആണ്, ഇവിടെ ഒരു ലോവർ ഹൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. മുകളിലേക്കാണെങ്കിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കും, താഴേക്കാണെങ്കിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം. കാരണം അത്തരം ഒരു പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ടാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ശക്തമായിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ഭാഗവും അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ബോഡിയുടെ ഭൂരിഭാഗവും ഈ ഒരു ട്രെൻഡ് ലൈനിന് പുറത്താണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അതല്ലാന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് റീടെസ്റ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്തെങ്കിലും ഇതിലുള്ളൊരു ബാരിഷ് സൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ബാരിഷ് ക്യാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ട് ഒരു ബാരിഷ് ക്യാൻഡിലോട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു 1.5 ഞാൻ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് പ്രൈസ് പോകുന്നത്. വളരെ ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. സോ സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് പോകുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഷോർട്ട് പൊസിഷനും അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് ട്രേഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻട്രി പോയിന്റ്സ് കണ്ടെത്താം. നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻട്രി പോയിന്റ്സ് കണ്ടെത്താം. അത് പലരും പല രീതിയിലാണ്. ചില ആളുകൾ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. അതെല്ലാം തന്നെ നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. അത് ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നില്ല. ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അവിടെ ഫോം ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളൊരു ബേസിക് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആൻഡ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് പറയുന്ന ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് നമുക്ക് ചാർട്ടിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ്, പലതരത്തിലുള്ള ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതൊക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, അതെങ്ങനെയാണ് കണ്ടെത്തുക, എന്താണ് അവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ്സ് എടുക്കാനും നല്ലൊരു ട്രേഡർ ആകാനും സാധിക്കുള്ളൂ. സോ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.